മോളെ അനു, നീ ഇതവിടെ വയ്ക്ക്, അച്ഛൻ വിരിച്ചോളാം. വേണ്ട അച്ഛാ, ഇത് ഇത്രയല്ലേ ഉള്ളൂ. എന്നാലും വലിയ കഷ്ടമായി പോയി. മോൾക്കിത് കൈകൊണ്ട് ഇളക്കേണ്ടി വന്നില്ലേ? ഓ, അതൊന്നും കുഴപ്പമില്ല അച്ഛാ. കറണ്ട് പോയാ വാഷിംഗ് മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അങ്ങനെ കരുതിയാ മതി. മോളെ അനു, നീ അതവിടെ വച്ചിട്ട് പോ. ദേ ഇന്ദിരം വരുന്നു. അതിനെന്താച്ചാ, ഇത് കഴിഞ്ഞു. ഇന്ദ്രേട്ടാ, ഇന്ന് കുറച്ച് നേരത്തെ ആണല്ലോ, ഇത്ര വേഗം വെച്ചെന്നോ? എന്താ ഊണ് ദൂരം റെഡിയായില്ലേ? എപ്പോഴേ റെഡിയാ. ഇന്ദ്രേട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്ക് ഡൈനിങ്ങിൽ ഊണ് റെഡി ആയിരിക്കും. ഇന്ദ്രേട്ടനിന്ന് കുറച്ച് ഗൗരവത്തിലാണല്ലോ. ഇതൊക്കെ കണ്ടിട്ടാവും. ഞാൻ പറഞ്ഞില്ലേ മോളോട് അതവിടെ വച്ചേക്കാൻ. ഏയ്, അതുകൊണ്ടൊന്നും അല്ലച്ചാ. ഇന്ദ്രേട്ടൻ വന്നതേ മുഖം വീർപ്പിച്ചോണ്ടാ. ഇനിയിപ്പോ അറിയില്ല ഷോപ്പിൽ എന്തേലും പ്രശ്നം കാണുമെന്ന്. മോള് വേഗം ചെല്ല. ഇനി ഭക്ഷണം കിട്ടാൻ താമസിച്ചു പോയെന്ന് പരാതി വേണ്ട. അച്ഛൻ വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ സംസാരിച്ച് ഇന്ദ്രേട്ടന്റെ എല്ലാ ടെൻഷനും മാറ്റിക്കോളാം. എടാ, ഇവിടെ വന്നു കിടക്കുന്ന ആ വൃത്തികിട്ട മനുഷ്യന്റെ ജോലിക്കാരിയാണോ നിന്റെ ഭാര്യ? അയാളുടെ വിഴുപ്പലക്കലാണോ അവളുടെ ജോലി? ആ വിഴുപ്പലക്ക കൈ കൊണ്ടല്ലേ അവള് വിച്ചുമോന് പോലും ആഹാരം വാരി കൊടുക്കേണ്ടത്. ശരിയാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അനു കുറച്ച് ഓവറാ. അവളെന്തിനാ ഇത്തരം ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്? ഇതൊക്കെ എന്തായാലും അവസാനിപ്പിച്ചേ പറ്റൂ.